ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോ എന്റെ കയ്യിൽ നല്ല വെയിറ്റുള്ള ബോക്സ് ഇപ്പൊ വാങ്ങി വന്നിട്ടുള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല, അനിയത്തിക്ക് ഒരു സ്റ്റഡി ടേബിൾ വാങ്ങിയതാണ്. കൂടുതൽ പറയുന്നില്ല, ജസ്റ്റ് ബാഗ് അൺബോക്സിംഗ് വീട്ടിലേക്ക് എടുക്കാം. ബാ, ഇതാ ഒമിക്കൊരു സ്റ്റഡി ടേബിൾ ആണ്. നമുക്ക് ഇത് അൺബോക്സ് ചെയ്താലോ? ബാ, ഞാൻ അവിടെ ഒരു കത്തി ഓൾറെഡി കൊണ്ടുപോയി വെച്ചേക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ പുറത്തുനിന്നാണ് അൺബോക്സിംഗ് ആയിട്ട് നടത്തുന്നത്. ഇത് തിരിച്ചെടുക്കാം ആദ്യം. ഓക്കെ, തുറന്നു. ഇത് അതിന്റെ മുകളിൽ മാത്തമാറ്റിക്സ് അങ്ങനെയൊക്കെ പഠിക്കണം, അബാക്കസ് പോലത്തെ ഒരു സാധനം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ. ടേബിളും ചെയറും ഫിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റഡി ടേബിൾ ആണ്. അപ്പൊ ഇത് ഈ ഒരു പാർട്സിന്റെ എഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക് പീസ് വരുന്നുണ്ട്, മുറിഞ്ഞ് കൈയൊന്നും മുറിയാതെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സ്ക്രൂസ് വരുന്നുണ്ട്. അതേപോലെ ടേബിളിന്റെ പാർട്സ്, അയ്യോ ചെയറിന്റെ പാർട്സ്, ഇത് ചെയറിന്റെ പാർട്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഇനി ഫിറ്റ് ചെയ്യണം സ്വന്തമായിട്ട്. ഇത് മൊത്തം പാർട്സ് ആക്കിയിട്ടാണ് തരുന്നത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. കീബോർഡും അല്ല, നമ്മൾ ടേബിളിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടാവുന്ന സ്ഥലമാണ്. കണ്ടോ, ഫ്രോസൺ എന്ന കാർട്ടൂണിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒമിന്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ ആണിത് അല്ലേ. അപ്പൊ ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇത് എന്തിനുള്ള കാർഡ്ബോർഡ് ഉണ്ട്, വേറെ എന്തൊക്കെ ക്ലോക്ക് ആണ് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ആ, ക്ലോക്ക് തന്നെ, ചെറിയൊരു ക്ലോക്ക് കിട്ടുന്നുണ്ട് കൂടുതൽ. ഇപ്പൊ ക്ലോക്ക് ആയി. പിന്നെ ടേബിളിന്റെ അവിടെ ഇവിടെ വെക്കാനുള്ള എന്തൊക്കെ ഒരു ബോർഡ്, ഇതൊക്കെ മാനുവൽ നോക്കി കറക്റ്റ് വെക്കണം. പിന്നെ ഇതെന്തിനുള്ള അത് ചെയറിന്റെ സീറ്റാണ് ഇത് വരുന്നത്, ചെയറിന്റെ സീറ്റുകളാണ് വരുന്നത്. അപ്പൊ അത് മാറ്റി വെക്കാം. ഇത് മിക്കവാറും കപ്പൊക്കെ വെക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പെൻസിലൊക്കെ വെക്കാൻ വേണ്ടി എന്തെങ്കിലും മോഡലായിരിക്കും, എനിക്ക് കറക്റ്റ് അത് അറിയില്ല. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തിനാനുള്ളതൊന്നും അറിയില്ല, മാനുവൽ നോക്കി ചെയ്യണം. ഇതാണ് നമ്മുടെ മെയിൻ ടേബിൾ ആയിട്ട് വരുന്നത്. കണ്ടോ, ഫ്രോസന്റെ ക്യാരക്ടറാണ് ഇതിൽ വരുന്നത്. അപ്പം അത്യാവശ്യം അടിപൊളിയാണ്. ഇവിടെ മാത്തമാറ്റിക്സിന്റെ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പം പഠിക്കാൻ നല്ലതാണ്. ഇതിന്റെ മാനുവൽ ഇതാ ഈ ബോക്സിന്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പം ഈ മാനുവൽ നോക്കി ചെയ്താൽ മതി. അപ്പം കുറെ ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്, പക്ഷെ കറക്റ്റ് മനസ്സിലാകുന്നില്ല എന്നുള്ളൂ. അപ്പം കറക്റ്റ് നോക്കി ചെയ്യണം. ഇനി നമുക്കിത് മൊത്തം ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യണ വീഡിയോ ചിലപ്പം ചെയ്യും, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഞാൻ കുറെ നാളായി പറഞ്ഞതാ, അപ്പൊ എനിക്ക് ഇഷ്ടായി. ഇത് ഒരാളെ കയ്യിലുണ്ട്, ഞാൻ പണ്ട് ഇതിങ്ങനെ കളിക്കും, കാർട്ടൂൺസിലൊക്കെ കണ്ടുകൊണ്ടേ ഇത്. ഇതിൽ കുറെ സ്റ്റെപ്സ് കാണിക്കുന്നുണ്ട്. സ്ക്രൂ ആണ്, പലതരം സ്ക്രൂ ഉണ്ട്. ഞാൻ സ്ക്രൂ ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനാണോ ഇങ്ങനാണോ ഇങ്ങനെ ആയിരിക്കണം. ആദ്യം ഇതിന്റെ മുകളിലത്തെ സാധനം മാറ്റി വെക്കാം. അങ്ങനെ ഇവിടെ വരെ എത്തിച്ചു. ഞാൻ പിടിക്കണോ? ഇങ്ങനെ താങ്ങിയ ഇതിന്റെ അടിയിൽ നമ്മളല്ലേ കെട്ടിട്ടില്ലേ ഒരു കാലില്ലേ, ഇവിടെ എന്തോ ഒരു കാലുണ്ട് തോണ്ട്. ഇവിടെ എന്തോ ഒരു ഇവിടെ ഇല്ലേ, ഇവിടേക്ക് നമ്മളെ ഫസ്റ്റത്തെ സ്ക്രൂ ഇടാ. എന്നിട്ട് ശേഷം നമ്മളതാ ആ ഒരു ടേബിളില്ലേ കാണിച്ചു തരാം. ഈ ഒരു ടേബിള് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇതുവരെ ഇവിടെ വേറെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല പണിയാണ്. ഫുള്ള് സ്ക്രൂ ഫിറ്റ് ചെയ്ത് കിട്ടിയതുള്ള വേർത്ത് പോയി. ഇതുവരെ അയക്കണ് സമയം നല്ല രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ചെയറിന്റെ പണി കയ്യാനായി എന്ന് പറയാനില്ല, ഒരു പകുതി എത്തി, ഇനിയുണ്ട്. ഇപ്പോൾ അതവിടെ ക്ലോക്ക് വരെ വെച്ച് തോന്നുന്നു. ക്ലോക്ക് വെച്ച് ടേബിള് ഫുള്ളും സെറ്റായി. ഇനി ചെയറും കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ കഴിയും. ഫൈനലി നമ്മുടെ ടേബിളൊക്കെ റെഡി ആയിരിക്കുകയാണ്. ടേബിളും ചെയറും ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഓവർ ഇങ്ങനെ പിടിക്കാനും പറ്റില്ല. ഓക്കെ, ഫുള്ളും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല. ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഒരു ക്ലോക്ക് വരുന്നുണ്ട്, ഒരു അബാക്കസ് പോലെ നമ്പർ കുട്ടിക്ക് പഠിപ്പിക്കാൻ വഴിയുണ്ട്. അതേപോലെ കപ്പോ പെൻസിലോ പെന്നെന്തോ വെക്കാണ്ടിട്ട് ഇവിടെ എക്സ്ട്രാ ഒരു ബോക്സ്, ഒരു എന്താ പറയുക ബൗള് പോലെ ഒരു സാധനം വരുന്നുണ്ട്. ഇവിടെ പെൻസിലോ പെൻ അങ്ങനെ നീ വെക്കാം. നമ്മുടെ ടേബിള് അടിയിൽ എക്സ്ട്രാ ഒരു സ്പേസ് ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ചെയർ, ഇതാണ് ചെയർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതാ
ഇതുപോലെ ഇങ്ങനെ വെക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ടേബിളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വൈകുന്നേരം തുടങ്ങിയ പണിയാണ്. ഇപ്പൊ രാത്രി നേരമായിട്ടുണ്ട്. ഇപ്പൊ അതാ ഉള്ളിലേക്ക് കൊണ്ടത് നമുക്ക് ഇഷ്ടമായില്ലേ ടേബിള്? അപ്പം നല്ലൊരു സ്റ്റുഡന്റ് കിഡ്സിന്റെ ഒരു സ്റ്റഡി ടേബിൾ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് വാങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടുള്ള ബെല്ലൈക്കൻ നോക്കി ഓൾ ഓപ്ഷൻ പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം അടുത്തൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ.